അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രിയമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലത്തെ കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതാണ് വറുത്തരച്ച പൊരിച്ച കോഴിക്കറി. അതായത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ച കറിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വരൂ നമുക്ക് വറുത്തരച്ച പൊരിച്ച കോഴിയുടെ കറി എങ്ങനെയാണ് ഞാൻ റെഡിയാക്കുന്നതെന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ വരും. അതിനായിട്ട് കുറച്ച് കോഴി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ വേണ്ടത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്ത്, പിന്നെ ഇച്ചിരി ഇഞ്ചി ചതച്ചത്, കുത്തി ചതച്ചത്, പേസ്റ്റ് അല്ല, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, 2 ഉള്ളി, 2 പച്ചമുളക്, പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, വലിയ ജീരകം, കുഞ്ഞുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കോഴിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതായത് ചിക്കനിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇനി കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഓയിൽ ചേർക്കുന്നില്ല. ഓയിൽ ചേർക്കാതെയാണ് ഞാൻ തേങ്ങ വറുക്കാറ്. ഓയിൽ ചേർക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും വറന്ന് കിട്ടൂല. അപ്പോൾ നമ്മുടെ പാൻ നല്ലപോലെ ചൂടായി വന്നു. അതിലോട്ട് എടുത്ത് വെച്ച തേങ്ങ, വലിയ ജീരകം, കുഞ്ഞുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കാം. നല്ലപോലെ വറുക്കണം. നല്ല സ്മെല്ല് വരണം. സ്മെല്ല് വന്നാലേ കറിക്ക് രുചിയും മണവും ഒക്കെ ഉണ്ടാവും. അതായത് വറുത്തരച്ച് വെക്കുന്നതല്ലേ. നമ്മൾ ഫസ്റ്റിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് വറന്ന് വന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി ലാസ്റ്റേ ഇടാവും. ലോ ഫ്ലെയിമിൽ ഇടുക. അപ്പോൾ തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഇളം ബ്രൗൺ കളറാകുമ്പം വേണം മഞ്ഞൾപ്പൊടി ചേർക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വേറെ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അതായത് എനിക്ക് ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതാണ്. നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം നമുക്ക് അരയ്ക്കാം. ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കും എന്തൊരു മടിയാന്ന്, വേറെ പാൻ എടുത്തിട്ട് ചിക്കൻ പൊരിക്കാം. മടിയല്ല, എന്തിനാ വെറുതെ കഴുകാൻ പണിയാക്കുന്നത്? തേങ്ങ വറുത്തതല്ലേ. അപ്പോൾ അതിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നമ്മുടെ എണ്ണ, അതായത് ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ കോഴി സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവരാണെങ്കിൽ, നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നുണ്ടാക്കുമ്പോൾ വിചാരിച്ചു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നല്ലപോലെ നമ്മളെ എന്താ പറയുക, പൊരിക്കും പോലെ അങ്ങനെ അധികം പൊരിയൊന്നും വേണ്ട. ഇതിന് നമ്മൾ കറിയിലിട്ടിട്ടും വേവിക്കുമല്ലോ. അപ്പോൾ ഒരു മീഡിയം പൊരിയൽ മാത്രം മതി. ചിക്കൻ അവിടെ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പില നല്ല മൊരിഞ്ഞ് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുത്തു. സവാള ഒന്ന് ബ്രൗൺ കളറായതിൻ്റെ ശേഷം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഇവിടെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് വെച്ച 2 പച്ചമുളക്, ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ സവാളയും എല്ലാം നല്ലപോലെ ബ്രൗൺ കളറായി വന്നു. ഇനി നമുക്ക് എടുത്തു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായത് കൊണ്ടാണ് ഞാൻ 2 തക്കാളി ചേർത്തത്.
ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒറ്റൊരു തക്കാളി മതി. അങ്ങനെ നമ്മുടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം നല്ലപോലെ വെന്ത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ ചിക്കനകത്ത് ഉപ്പുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ റെഡിയാക്കാം, തേങ്ങ അരച്ച് വരാൻ. അപ്പം നമ്മുടെ കറി ഇവിടെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായ ടേസ്റ്റാണ് മക്കളെ, ഒരു രക്ഷയുമില്ല കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. ഇനി നമുക്ക് വറുത്തരച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിൻ്റെ ശേഷം നല്ലോണം തിളപ്പിക്കണ്ട. അങ്ങനെ നമ്മുടെ വറുത്തരച്ച് വെച്ച പൊരിച്ച കോഴിയുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.